പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവയ്ക്കടുത്ത് വാഴക്കുളത്താണ്. പ്രിസിഷൻ ഹോംസ് ബിൽഡ് ചെയ്തിരിക്കുന്ന യൂണിറ്റി എൻക്ലേവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 വില്ലകൾ വരുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റാണ്. ഇത് വരുന്നത് ആലുവയ്ക്ക് വളരെ അടുത്ത് തന്നെയാണ്. 8 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ദൂരം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ. എടുത്തു പറയേണ്ടത് എയർപോർട്ടിലേക്ക് 14 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഒരു അരമണിക്കൂറിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ്, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇനി വില്ലയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. വില്ലയുടെ എൻട്രൻസിന് തൊട്ട് മുമ്പായിട്ടാണ് കോമൺ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഒരു വിക്കറ്റ് ഗേറ്റ് വരുന്നുണ്ട്, നല്ല പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്, വശങ്ങളിലെല്ലാം പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്, കടപ്പാക്കല്ല് വിരിച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്, ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. KCB മീറ്റർ വരുന്നത് ഈ ഭാഗത്താണ്. 4 വില്ലയ്ക്കും KCB മീറ്റർ വരുന്നത് ഇവിടെയാണ്. അണ്ടർഗ്രൗണ്ട് വഴിയാണ് എല്ലാ ലൈനുകളും പോയിട്ടുള്ളത്. പോസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല, അതെല്ലാം ഈ വില്ലയുടെ പ്ലസ് ആണ്. ഇനി വെല്ലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോമൺ വെല്ല് വരുന്നത് ഇവിടെയാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്, അതായത് വെള്ളവും എയറും ഇവിടെ ക്ലിയർ ആണ്. അപ്പം നല്ലൊരു വെല്ലും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഭംഗിയുള്ളൊരു എൻട്രൻസോട് കൂടിയാണ് വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ എൻട്രൻസിന് മേലെയായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ഗേറ്റ് വരുന്നുണ്ട്. ഫ്ലോറിൽ കടപ്പാക്കല്ലാണ് വിരിച്ചിട്ടുള്ളത്. ഇരുവശങ്ങളിലായിട്ട് ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, വലിയ പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ടിലാണെങ്കിലും നല്ല പ്ലാന്റ്സുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 4ഓളം വില്ലകൾ ഉണ്ടായിരുന്നൊരു വില്ലയാണ്. ഇനി 2 വില്ല മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ദ്രുതഗതിയിലാണ് ഇവിടെ ബിസിനസ് നടക്കുന്നത്. മാത്രമല്ല 3D എലിവേഷനോട് 99% നീതി പുലർത്തി തന്നെയാണ് വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. അതായത് എല്ലാ പിന്നുകളും കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വാളിറ്റിയിൽ മുൻതൂക്കം നൽകി തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. 4 സെൻറ്റ് 700 ലെങ്സ് ലാൻഡിൽ 1685 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. കോമ്പൗണ്ടിനകത്ത് തന്നെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒന്ന് പോർച്ചിനകത്തും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, പിന്നെ ഒന്ന് ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. താഴെ വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ഇവിടെയായിട്ട് വലിയൊരു പ്ലാൻ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ലൈറ്റ് വരുന്നുണ്ട്. എലിവേഷൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഒരു വുഡിൻ്റെ ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ടൈല് വരുന്നത് വുഡിൻ്റെ ടെക്സ്റ്റുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സൈഡ് വശങ്ങളെല്ലാം നല്ല ചെടികൾ കൊടുത്താണ് അലങ്കരിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. നേരെ അകത്തേക്ക് കയറാം. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. ടീക്കുഡിൽ തീർത്ത സിംഗിൾ ഡോർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. ഇത് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് സൗത്ത് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് ടഫിൻ്റെ ഗ്ലാസ് ആണ് ഈ വരുന്നത്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ആ കളർ പാറ്റേൺ എല്ലാം ഭംഗിയായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്ന എൻട്രൻസ് ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. സൗത്ത് സൈഡാണ്. ഇവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. മേലെ ഫാസ്റ്റ് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വന്നിട്ടുള്ളത്. ഭംഗിയായിട്ട് ഇതിനെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. ഇത് വരുന്നത് ജാഗോൻ്റെ പില്ലർ കോക്കാണ് വരുന്നത്. ഹിൻഡുവറിൻ്റെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മിറർ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ടെക്സ്റ്റ് വർക്ക് ഒരു റെഡ് ബ്രിക്കിൻ്റെ ഡിസൈനാണ് വന്നുള്ളത്. ഇതിന് സ്റ്റെയറിനടിയിലായിട്ട് ഭംഗിയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റുമൊക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് ഒരു T യൂണിറ്റിൻ്റെ സ്പേസും കിട്ടിയിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് വീടിൻ്റെ പ്രത്യേകത. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, ഇവിടെയും പവർ പോയിന്റ് വരുന്നുണ്ട്. വലിയൊരു ഫ്രിഡ്ജ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെയായിട്ട് ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ടാൻഡം ബോക്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓട്ടോ ക്ലോസ് കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെയും മേലെയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള 2 സിങ്കാണ് വന്നുള്ളത്. ബെൻലീവിൻ്റെ സിങ്ക് ഹൂക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് അക്വാഗാർഡിൻ്റെ പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. വശങ്ങളെല്ലാം ടൈല് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നോർത്ത് സൈഡാണ്. അപ്പം കിച്ചൺ വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. ഇവിടെയും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പിന്നുകളെല്ലാം ഓരോരോ സോപ്പ് പിറ്റുകളാണ്. അതായത് കിച്ചണിൽ നിന്ന് വരുന്ന സിങ്കിൽ നിന്ന് വരുന്ന സോപ്പ് പിറ്റും
വാഷ് ബേസിനിൽ നിന്ന് വരുന്നതും അത് കുളിക്കുന്ന വെള്ളത്തിൽ നിന്ന് വരുന്ന സോപ്പ് പിറ്റും സെപ്പറേറ്റ് പിറ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ പിറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോപ്പ് പിറ്റുകളും മറ്റ് പ്ലംബിംഗ് വർക്കുകളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള കബോർഡ് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് പോകാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ബെൻലീവിൻ്റെ കൊടുത്തിട്ടുണ്ട്. ജാഗോൻ്റെ ഡ്രൈവറ്റർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ നല്ല ക്യൂട്ടായിട്ടുള്ള വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. ഇനി ഒരു ലൈറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈലും ഭംഗിയുള്ള ടൈൽ തന്നെയാണ്. ക്വാളിറ്റിയുള്ള ഡോർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മരങ്ങളെല്ലാം ക്വാളിറ്റിയുള്ള മരങ്ങൾ തന്നെയാണ്. അതായത് ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. അകത്തെ ഡോറുകൾ പ്ലാവാണ് വന്നുള്ളത്. പിന്നെ ചട്ടം വന്നിരിക്കുന്ന അകത്തെ ജനലുകളെല്ലാം ആഞ്ഞിലി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രെയിം വരുന്നതെല്ലാം ടീക്കൂഡ് തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇവിടെ മാറി ഒതുങ്ങിയാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗ്ലാസ് ആണ് വരുന്നത്. ടഫൻഡ് ഗ്ലാസ് ആണ് വരുന്നത്. ധാരാളം സൂര്യപ്രകാശം അകത്ത് കടന്നു വീഴുന്ന രീതിയിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസിനാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മിറർ വരുന്നുണ്ട്. ഇനി ലൈറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഷവർ ഏരിയ ആണ് ജാഗോൻ്റെ ഷവറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡൈവറ്റർ വന്നിരിക്കുന്നത് ജാഗോൻ്റെ ആണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്വിച്ചസ് എല്ലാം സ്നൈഡറിൻ്റെ സ്വിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ സ്റ്റെയറിലേക്ക് വരാം. ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വീതി കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ലെങ്ത്തിലാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്നും കൺജസ്റ്റഡ് ആയിട്ട് സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടില്ല. പിന്നെ ടഫൻഡ് ഗ്ലാസ് ആണ് വരുന്നത്. പൊതിഞ്ഞിരിക്കുന്നത് ടീക്കിലാണ്. 3 പാളി ജനൽ ഇവിടെയും വന്നിട്ടുണ്ട്. ഇതൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഷാലിയൻ ലൈറ്റ് ആയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുപ്പുണ്ടാവും. ഇനി നമുക്ക് നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം. സിമിലർ ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. 13 അടി നീളവും 11 അടി വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. കബോർഡ് വരുന്നുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന L ഷേപ്പിലുള്ള വിൻഡോയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ബാത്റൂമിലെല്ലാം സെയിം പാറ്റേൺ ആണ് വന്നുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ്, വാഷ് ബേസിൻ, മിറർ, ലൈറ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഡൈവറ്റർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ബാത്റൂം തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് 12 അടി നീളവും 11 അടി വീതിയും വരുന്നുണ്ട്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കബോർഡും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ഇതും വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് എന്നുള്ളത്. ഇപ്പുറത്ത് മാറി ഒതുങ്ങിയാണ് ഷവർ ഏരിയ വരുന്നത്. അതിൻ്റെ റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതും സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയ വരുന്ന ഭാഗത്തേക്ക് ഒന്ന് വരാം. ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് മാത്രമായിട്ട് കിട്ടുകയും ചെയ്യും. ടാങ്ക് വരുന്നത് ഹൈറ്റിലാണ്. അതായത് സ്റ്റാൻഡ് അടിച്ചിട്ടാണ് ടാങ്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രഷർ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പം അതിൽ റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ഭംഗിയായിട്ട് സ്ക്വയർ ട്യൂബിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം.
നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. ബെഡ്റൂമിൽ നിന്നാണ് എൻട്രൻസ് വരുന്നത് ബാൽക്കണിയിലേക്ക്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ബാൽക്കണിയുടെ ഫ്രണ്ടിലാണ്. ഇതിന് ഓരോരോ പിന്നുകൾ കൊടുത്തിട്ടുണ്ട്. ആ പിന്ന് ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് ഇതൊരു കവേർഡ് ബാൽക്കണി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തന്നെ ഹാൻഡിൽ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഓപ്പൺ സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം ചെടിച്ചട്ടികൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എലിവേഷൻ്റെ ഭംഗി കുറച്ചും കൂടി കൂടുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു വില്ലയുടെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ നല്ലൊരു ഗേറ്റഡ് വില്ലയുടെ എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണ്. 4 സെൻറ്റ് 700 ലെങ്സ് വരുന്ന ലാൻഡിൽ 1685 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിന് ചോദിക്കുന്ന വില 73 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, നല്ല നെഗോഷ്യബിളാണ്. ഭംഗിയായിട്ടും നല്ല ക്വാളിറ്റിയിലുമാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. എയർപോർട്ടിനടുത്തായത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. മടിക്കാതെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ വില്ലയ്ക്ക് എല്ലാ ബാങ്കിൽ നിന്നും 80% ലോണും അവൈലബിൾ ആണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.